ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിൽ വന്ന് നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന വഴി അനേക രോഗികളും അനേക പാപികളും മാനസാന്തരപ്പെടുവാൻ ഇടയാകും. വിശുദ്ധ ജോൺ മരിയ വിയാനി പറയുന്നത് ഇപ്രകാരമാണ്: നമ്മുടെ പ്രാർത്ഥനകൾ വഴി അനേകം പാപികൾ മാനസാന്തരപ്പെടുവാൻ ഇടയാകും. ഒരു സ്വർഗസ്വനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി പാപികളുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ ഇതിൽ ചില പാപികൾ മാനസാന്തരപ്പെടും എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. സ്നേഹമുള്ളവരെ, ഇന്നത്തെ ദിവസം വിശുദ്ധ വിയാനിയുടെ വാക്കുകൾ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് പാപികൾക്കായി ഒരു സ്വർഗസ്വനായ പിതാവും നന്മ നിറഞ്ഞ മറിയവും ചൊല്ലി നമുക്ക് കാഴ്ചവെക്കാം. അനേകം പാപികളിൽ നിന്ന് കുറേയേറെ പാപികൾ മാനസാന്തരപ്പെടുവാൻ അതുവഴി ഇടയാകും. ദൈവനാളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രേക്ഷിത ദൗത്യത്തിൽ നമ്മൾ പങ്കുകാരാവുകയും തീക്ഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവത്തിനായി തുറന്നു കൊടുക്കുകയാണല്ലോ ചെയ്യുക. നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുമ്പോൾ ദൈവം നമ്മളിലേക്കാണ് ആദ്യമേ വരുന്നത്. അത് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ഒഴുകുന്നത്. അതുകൊണ്ട് നമുക്ക് എപ്പോഴും നിരന്തരം പ്രാർത്ഥിക്കുന്നവരായി മാറാം. ദൈവം നമ്മളേവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ ഞങ്ങളുടെ ബുദ്ധിയിലും ചിന്തയിലും എല്ലാം വ്യാപരിച്ചുകൊണ്ട് പ്രവർത്തന മേഖലയിൽ അത് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ആശ്രയ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങൾ ശ്രമിക്കുന്ന ഏവരുടെയും ജീവിതത്തിലേക്ക് പരിശുദ്ധമായി കടന്നു വരണമേ. രോഗികളെ സുഖപ്പെടുത്തണമേ. പാപികളെ മാനസാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.